ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇന്നിവിടെ ചെയ്തിരിക്കുന്ന വീഡിയോ ബീഫ് ഉണങ്ങുന്നതാണ്. അപ്പോൾ ബീഫ് നമുക്ക് രണ്ട് വിധത്തിൽ ഉണങ്ങിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക. ഇത് നമ്മൾ ഇടിയിറച്ചിക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഉണക്കിയിട്ടുണ്ട്. ഒരു 6-7 ദിവസം പുകയത്തും വെയിലത്തും ഇട്ട് ഉണക്കിയ ഇറച്ചിയാണ് ഇത്. വെയിലത്ത് മാത്രം ഇട്ട് ഉണങ്ങിയ ബീഫാണ്. ഇത് ഞാൻ വെയിൽ മാത്രം പൊളിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് പുകയത്ത് ചിരട്ടയുടെ കനലിന്റെ ചൂടിലൊക്കെയാണ് ഇത് ഉണങ്ങിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ടേസ്റ്റ് കൂടുതലുള്ളത് ഒത്തിരി ഉണങ്ങിയാകുന്നതിന് മുമ്പ് ഇത് കൂട്ടുന്നതാണ് നമുക്ക് നല്ല രുചിയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് ഒത്തിരി ഉണങ്ങിയിട്ടില്ല, കുറച്ച് ചെറിയൊരു മയം കാണും. അപ്പോൾ നമുക്കിത് കൂട്ടാൻ എളുപ്പമുണ്ട്. അങ്ങനെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ അത് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ വാരി വൃത്തിയാക്കിയ ബീഫ് നമുക്ക് ഉപ്പുപൊടി മാത്രം തിരുമ്മി ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറവുള്ള ദിവസം നമ്മുടെ ബീഫ് ഇങ്ങനെ വെയിലത്തിട്ടാലും നമുക്ക് ഉണങ്ങി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഇടുമ്പോഴത്തേക്ക് അത് കേടുവരും. അത് കാരണം വെയിൽ കുറവുള്ളപ്പോൾ നമ്മൾ ചിരട്ടയുടെ കനലിൽ നല്ല തീക്കനലുണ്ടാക്കണം. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു ഉണങ്ങിയെടുക്കാം. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചു വിട്ട് നമ്മളിങ്ങനെയും കൂടെ ഉണങ്ങിയില്ലെങ്കിൽ ബീഫ് വേഗം കേടാകും വെയിലില്ലെങ്കിൽ. തീയുള്ള ഭാഗം നോക്കി ഞങ്ങളിങ്ങനെ കറക്കി കറക്കി ഇത് ഈ ഒരേപോലെ എല്ലായിടത്തും ഇറച്ചി ചൂടാകാൻ വേണ്ടിയിട്ട് ഈ ബീഫ് ഇങ്ങനെ ഉണങ്ങിയത് ഏറ്റവും ടേസ്റ്റ് കഴിക്കുന്നത് നമ്മൾ ഒത്തിരി ഉണങ്ങുന്നതിന് മുമ്പ് കഴിക്കുന്നതിനെയാണ് അതിൻ്റെ നല്ല രുചി കിട്ടുകയുള്ളൂ. അപ്പോൾ കുറച്ച് 2 ബീഫ് എടുത്ത് നമുക്ക് ഈ കനലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചൂടാനാണേ. അത് കുറച്ച് നേരം അവിടെ കിടന്ന് കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് ഇടയ്ക്കൊന്ന് മറിച്ചും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇപ്പം അതിൻ്റെ ആ മണം തന്നെ നല്ല രസം വരുന്നത് കാണാൻ. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ ചിരട്ടക്കനലിൽ 2-3 ബീഫ് കഷ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് അത് നല്ല പാകത്തിന് ആയിട്ടുണ്ട്. നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. നോക്കിക്ക് നല്ല അടിപൊളിയായിട്ട് ഇറച്ചി ഉണങ്ങിയിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനിത് പുഴയിൽ നിന്ന് എടുത്തോണ്ട് വന്നൊരു കല്ലാണേ, പുഴയിൽ പോയപ്പോൾ. അപ്പോൾ അത് നമുക്ക് ഇതേ കണ്ടോ, ഇടിക്കുമ്പം തന്നെ നല്ല റെഡിയായിട്ട് കിട്ടുന്നുണ്ട്. ഒട്ടും കട്ടിയായിട്ടില്ല. നോക്കിക്കേ, നല്ല രുചിയുണ്ട്. ഒത്തിരി ഉണങ്ങിപ്പോകാത്തതുകൊണ്ട് സോഫ്റ്റാണ്. ഇതുണ്ടോ, പിച്ചി പിച്ചി പറിച്ചെടുക്കാം. പിള്ളേർക്കൊക്കെ കൊടുത്താൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു രുചിയാണ് ഇതിന്. കണ്ടോ, ഒത്തിരി ഉണങ്ങിപ്പോയാൽ നമുക്കിതിങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് പറിച്ച് എടുക്കാം. ഒരു വിഷമമില്ല. അതിന് ചതച്ചില്ലേ പോലും നമുക്കിത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ വിലയൊക്കെ എന്താണെന്ന് അറിയണ്ടേ? ഇത് ഞാൻ കൂടുതലായിട്ട് ഒരു 6-7 ദിവസം വെയിലത്ത് ഉണങ്ങിയ ഇറച്ചിയാണ്. അപ്പോൾ ഇടിയിറച്ചി ഉണ്ടാക്കുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് ഇതാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല ഉണക്കായ ഇറച്ചിയാണിത്. അപ്പോൾ ഇതിന് കിലോയ്ക്ക് 2600 രൂപയാണ് വില. പിന്നെ ഇത് നമ്മൾ ചിരട്ടയുടെ കനലിൻ്റെ ചൂടിലും
തീയിലും ഒക്കെ ഉണക്കിയ ഇറച്ചിയാണ്. ഇതിന് കിലോയ്ക്ക് 2400 രൂപയാണ് വില. പിന്നെ നമ്മളൊന്ന് ചെയ്തിരിക്കുന്നത് വെയിലത്ത് മാത്രം, പിന്നെ പുകയും കനലും ഒന്നും ഇല്ലാതെ നമ്മൾ വെയിലത്ത് മാത്രം വാർക്കപ്പൊക്കത്തിട്ട് ഉണങ്ങിയ ഇറച്ചിയാണ്. ഇതിനും കിലോയ്ക്ക് 2400 രൂപയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ വിവരങ്ങൾ ഞാൻ താഴെ കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഏത് രീതിയിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ടാറ്റാ.